ഒരു കാർ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? നമ്മളൊക്കെ കടയിൽ പോയി നേരെ കാർ അങ്ങ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? പക്ഷേ ഇത് എങ്ങനെയാണ് ഒരു കാർ ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ബേസിക്കലി ആദ്യമേ ഒരു കാർ ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇതുപോലുള്ള സ്കെച്ചസ്, ഇത് നമ്മുടെ ടാറ്റ സിയാറയുടെ സ്കെച്ചസ് ആണ് കേട്ടോ. നമ്മൾ ബേസിക്കലി ഉള്ള രൂപങ്ങൾ നമ്മൾ കൈകൊണ്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ ഒരുപാട് സ്കെച്ചസ് ഉണ്ട്. അതായത് വണ്ടിയുടെ ഓരോ ഭാഗങ്ങളും സ്കെച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിത് കമ്പ്യൂട്ടറിലേക്ക് ഇത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. CAD ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ടാറ്റയെ സംബന്ധിച്ച് 3 രാജ്യങ്ങളുടെ ഡിസൈൻ എഞ്ചിനീയർമാരാണ് ടാറ്റ ഡിസൈൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് UK, ഇറ്റലി, ഇന്ത്യ, ഈ 3 ഡിസൈൻ ടീമാണ് അവർ മൊത്തത്തിൽ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ഡിസൈനർ ഇരുന്ന് ഇത് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് വണ്ടിയുടെ ഓരോ രൂപങ്ങളൊക്കെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അത് കമ്പ്യൂട്ടറിലേക്ക് മാറ്റും. കമ്പ്യൂട്ടറിലേക്ക് മാറ്റി കഴിയുമ്പോൾ പിന്നെ ഭയങ്കര എളുപ്പമല്ലേ, നേരെ നമുക്ക് ഒരു കാർ ഉണ്ടാക്കാം അല്ലേ? പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇതുപോലെ കിടക്കുന്ന ഒരു ക്ലേ മോഡൽ ആദ്യം ഉണ്ടാകും. അതായത് നമ്മൾ മണ്ണ് കുഴച്ച് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ കാർ ഉണ്ടാക്കണമെങ്കിൽ, ഒറിജിനൽ ഒരു കാർ ഉണ്ടാക്കണമെങ്കിൽ മണ്ണ് കുഴച്ച് രൂപം ഉണ്ടാക്കണം. അപ്പോൾ ബേസിക്കലി ഇത് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആദ്യം ഉണ്ടാക്കിയതിന് ശേഷമാണ് കാർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡമ്മി രൂപമാണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ മറൈൻ പ്ലൈവുഡും അതുപോലെ സ്ട്രക്ചർ ഉപയോഗിച്ച് ഉണ്ടാക്കി അതിന് മുകളിൽ തെർമോക്കോൾ കൊണ്ടുവന്ന് ഒട്ടിച്ച് ആ തെർമോക്കോൾ കാർവ് ചെയ്ത് അതിന് മുകളിൽ നമ്മൾ ക്ലേ വെക്കുകയാണ് ചെയ്യുന്നത്. ക്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചട്ടിയൊക്കെ ഉണ്ടാക്കുന്ന കളിമണ്ണില്ലേ, ആ സെയിം കളിമണ്ണാണ്. ഈ കളിമണ്ണ് 60 ഡിഗ്രി ചൂടാക്കും. ബാക്കിൽ രോമനുണ്ട്, ഞാൻ പോകുന്ന വഴിക്ക് കാണിക്കാം. അപ്പോൾ ഇതിനകത്തുനിന്ന് ചൂടാക്കിയതിന് ശേഷം ഇത് ഈ ഒരു തെർമോക്കോളിന്റെ മുകളിൽ കൈകൊണ്ട് ഇങ്ങനെ വാരി പൊത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയാണ് ആദ്യമായിട്ട് ഇത് കിട്ടുന്നത് കേട്ടോ. ഇങ്ങനെ ഇത് കണ്ടോ, നമ്മൾ കളിക്കുമ്പോഴൊക്കെ നമ്മൾ മണ്ണ് വാരി ഇങ്ങനെ പൊത്തി കളിക്കാറില്ലേ, അപ്പൊ അങ്ങനെ പൊത്തി എടുത്തതിന് ശേഷം ഇവരൊരു ടൂൾ ഉപയോഗിച്ച് ആദ്യത്തെ ഒരു ലെയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിരണ്ടി നമ്മൾ എടുക്കുക. അതിനുള്ള ടൂൾ അവിടെയുണ്ട്. അതിനുശേഷം അവർ അത് ഒരച്ച് നല്ല ഡിസൈൻ ചെയ്തെടുക്കും. അപ്പൊ അങ്ങനെയാണ് ഇവിടെ വളരെ സ്മൂത്തർ ആയിട്ടുള്ള ഒരു ഭാഗം കണ്ടോ, ഭയങ്കര സ്മൂത്തറായിട്ട് ഈ ഒരു ഭാഗം വന്നിട്ടുണ്ട്. വേണ്ടി ഇവിടെ ഒരാൾ ഇവിടുന്ന് ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനുശേഷമാണ് ഇതിന് മുകളിൽ പെയിന്റ് അടിക്കുന്നത്. അപ്പം ഇതിന് ഇങ്ങനെ നമ്മൾ ഈ രൂപം ആക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാഹനത്തിന്റെ ഒരു ഏകദേശ രൂപം, നമ്മൾ വരയ്ക്കുന്ന രൂപം എങ്ങനെ ഇരിക്കുമെന്ന് കാണാൻ വേണ്ടിയാണ്. ഈ രൂപം ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് വേണ്ടുന്ന ചേഞ്ചസ് ആണ് ഇവർ പൊതുവെ വരുത്തുന്നത്. അങ്ങനെ വരുത്തിയിട്ടാണ് നമുക്ക് ഫൈനലി ഒരു പ്രൊഡക്റ്റിലേക്ക് വരുന്നത്. നേരെ പ്രൊഡക്റ്റിലേക്ക് വരികയല്ല, ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എല്ലാ കാര്യങ്ങളുമാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഈ ടാറ്റ സിയാറയുടെ ഒരു ഉണ്ടാക്കി വന്നതിന്റെ രീതി എന്ന് പറയുന്നത്. അപ്പം ബാക്ക് വശമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എല്ലാം നമ്മളിപ്പോൾ കാണുന്ന ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈനിലേക്ക് വരുന്നതിന് മുമ്പേ ഇതുപോലുള്ള കളിമണ്ണിന്റെ രൂപങ്ങളുണ്ട് എന്നുള്ളതാണ്. ടാറ്റയുടെ ലോഗോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അടിപൊളി ഒരു സംഭവമാണ്. നമ്മളിപ്പോൾ ഉള്ളത് മുംബൈയിലാണ്. നമ്മൾ ടാറ്റ സിയാറ വീണ്ടും തിരിച്ച് ലോഞ്ച് ചെയ്യുന്ന ഒരു ഫംഗ്ഷനിലേക്ക് വന്നതാണ്. അങ്ങനെ ഇന്ന് ലോഞ്ച് ചെയ്യപ്പെട്ടു. ഇന്നലെ 25-ാം തീയതി ലോഞ്ച് ചെയ്തു. അതിന് മുമ്പ് നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ച് നമുക്കിത് കാണാനുള്ളൊരു അവസരം ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് ഇതൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. അപ്പം ഇതുപോലുള്ള നല്ല അറിവുകൾക്ക് വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയൊരു വാഹനത്തെക്കുറിച്ച്, ടാറ്റ സിയാറയെ കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകളും നൊസ്റ്റാൾജി